ഹലോ, നേന്ത്രപ്പഴവും അവലും റവയും ഉപയോഗിച്ച് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിലൊക്കെ നേന്ത്രപ്പഴം കറുത്ത തൊലി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും കഴിക്കാനായിട്ട് മടിയാണ്. അങ്ങനെയുള്ള പഴം എടുത്തിട്ട് നമുക്ക് തയ്യാറാക്കാവുന്ന വളരെ ഈസി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണിത്. ആദ്യം നമുക്ക് കുറച്ച് ശർക്കര എടുത്തിട്ട് അതിനെ ഒന്ന് പാനിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് പാനിയാക്കി എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നു, പാനിയായിട്ടുണ്ട്. ഞാനപ്പോൾ തീ ഓഫാക്കിയിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. അടുത്തതായിട്ട് ഒരു ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഒരു ഫ്രൈ പാനോ എടുത്ത് വെക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് അവലിട്ടിട്ട് നന്നായിട്ട് നല്ല ക്രിസ്പായിട്ട് വറുത്തെടുക്കണം. ഞാനിപ്പോൾ മട്ട അവലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വെള്ള അവലി വേണമെങ്കിൽ വെള്ള അവലി എടുക്കാം, മട്ട വേണമെങ്കിൽ മട്ട എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. എന്നിട്ട് നല്ല ക്രിസ്പാവുന്ന രീതിയിൽ നമ്മളിങ്ങനെ കൈ വെച്ചിട്ടൊന്ന് ഇതാക്കുമ്പോൾ ഇങ്ങനെ പൊട്ടിപ്പോണം. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമുക്ക് നല്ല ക്രിസ്പായിട്ട് ഇതിലേക്ക് നമുക്ക് ഈ ഒരു അവലിനെ ഒന്ന് വറുത്തെടുക്കുക. കണ്ട, അപ്പോൾ ഞാനിപ്പോൾ കൈ വെച്ച് ഇതാക്കും ഇങ്ങനെ പൊട്ടി പോകുന്നുണ്ട്. ഈ ഒരു രീതിയിൽ വേണം കേട്ടോ നമ്മൾ അവല് വറുത്തെടുത്താലാണ് നമ്മുടെ ഈ ഒരു ഉണ്ട ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ചൂടാറിയ ശേഷം ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ അവല് വറുത്തെടുത്ത ആ പാനിൽ തന്നെ ഞാൻ ഒരു 1/2 കപ്പ് റവ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ 2 കപ്പ് അവലിന് 1/2 കപ്പ് റവയാണ് എടുക്കുന്നത്. റവയും ഇതുപോലെ തന്നെ നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് വറുത്തെടുക്കണം. അങ്ങനെ നല്ല സ്മെല്ല് വരും, റവ ഇങ്ങനെ മൂത്ത് വരുമ്പോൾ അതുവരെ നമ്മൾ വറുത്തെടുക്കണം. നമ്മൾ വറുത്ത റവയാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതുപോലെ നല്ല രീതിയിൽ നമ്മൾ വറുത്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ റവയും ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമ്മൾ ആ ഒരു പാനിൽ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. ആ നെയ്യിലേക്ക് നമുക്ക് 2 ചെറിയ നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പഴം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പഴം ഈ നെയ്യിലിട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ പഴം ഒന്ന് ഉടച്ച് ചേർക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കണം. കാരണം ഓൾറെഡി നല്ല പഴുത്ത പഴമാകുമ്പോൾ നമ്മൾ 2 പ്രാവശ്യം ഒന്ന് ഇളക്കുമ്പോഴത്തേനും അതിങ്ങനെ ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ ഉടഞ്ഞു വരും. ഇപ്പോൾ നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് ഉടഞ്ഞു ചേർന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് നാളികേരം ചേർത്തെടുക്കാം. 1-1.5 കപ്പ് വരെയൊക്കെ നിങ്ങൾക്ക് നാളികേരം ഇതിലേക്ക് ചേർക്കാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടമാണ് അതല്ല. ഈ നാളികേരവും ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സാക്കുക. ഇതിലേക്ക് ഈ സമയത്ത് തന്നെ നമുക്ക് കുറച്ച് ഏലക്കായപ്പൊടി, ഒരു ടേസ്റ്റ് മണമൊക്കെ കിട്ടാൻ വേണ്ടി കുറച്ച് ഏലക്കായപ്പൊടിയും കൂടിയും ഇട്ട് കൊടുത്ത് നന്നായി മിക്സാക്കിയ ശേഷം നമുക്ക് തീ ഓഫാക്കാം. നെയ്യൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പഴം മിക്സ് ഇതിലേക്ക് നമുക്കിനി നേരത്തെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള റവ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കണം. നമ്മുടെ ഈ പഴത്തിൻ്റെ മിക്സ് ഒന്ന് ചൂടാറിയ ശേഷം വേണം നമ്മൾ ഈ റവ വറുത്തതും അതുപോലെ തന്നെ അവല് നന്നായിട്ട് വറുത്ത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട് അതും ചേർത്ത് കൊടുക്കാനായിട്ട്. നല്ല ചൂട്ടോട് കൂടിയിരിക്കുന്ന സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കരുത്. നല്ല ചൂട്ടോട് ഉള്ളപ്പോൾ ചേർത്ത് കൊടുത്താൽ ആ റവയുടെ ക്രിസ്പിനെസ് ആ ഒരു തരിതരിപ്പ് നമുക്ക് കഴിക്കുമ്പോൾ കിട്ടില്ല. റവ വല്ലാണ്ട് അങ്ങ് വെന്ത് പോകും. അതുകൊണ്ട് നമ്മൾ ഒന്ന് ചൂടാറിയ ശേഷം മാത്രം നമ്മൾ റവയും ഈ അവല് പൊടിച്ചതും ചേർത്ത് കൊടുത്താൽ മതി. നമുക്കിതൊന്ന് മിക്സാക്കാം. ഇനി നമുക്ക് ഇത് കൈ വെച്ചിട്ട് എല്ലാതും കൂടി ഇതുപോലെ മിക്സാവുന്ന തരത്തിൽ നമുക്കൊന്ന് യോജിപ്പിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഒരു പഴത്തിൻ്റെ ഒരു നനവ് കൊണ്ട് തന്നെ നമുക്കൊന്ന് നന്നായിട്ട് ഇതൊക്കെ ഒന്ന് യോജിപ്പിക്കാൻ പറ്റും. അതിനുശേഷം നന്നായിട്ട് ചൂടാറിയിട്ടുള്ള ശർക്കരപ്പാനി കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് വീണ്ടും ഇതിനൊന്ന് കുഴച്ചൊന്ന് മിക്സാക്കിയിട്ട് എടുക്കണം. ശർക്കരപ്പാനിക്ക് ചൂടുണ്ടാവാൻ പാടില്ല കേട്ടോ. ശർക്കരപ്പാനി ചൂടോടുകൂടി ഒഴിച്ചു കൊടുത്താൽ ആ റവയൊക്കെ വെന്ത് പോകും. അപ്പോൾ റവയുടെ ആ ഒരു ക്രിസ്പിനെസ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ശർക്കരപ്പാനി ഒഴിച്ച് കൊടുത്ത ശേഷം ഞാൻ നന്നായിട്ട് മിക്സാക്കുകയാണ്. അതുപോലെ കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുത്ത് വേണം നമ്മൾ മിക്സാക്കാൻ. ശർക്കരപ്പാനി കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള നേന്ത്രപ്പഴത്തിൻ്റെ ടേസ്റ്റൊന്നും നമുക്ക് ഈ ഒരു ഉണ്ടയിലേക്ക് ശരിക്കും കിട്ടുകയും ചെയ്യില്ല. അപ്പോൾ ഇതിൽ നിന്ന് ഇത്തിരി പോർഷൻ ഞാൻ കൈൻ്റെ ഇടയിൽ വെച്ച് നന്നായിട്ട് പിടിച്ച ശേഷം നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കശുവണ്ടിയോ
അല്ലെന്നുണ്ടെങ്കിൽ കപ്പലണ്ടിയൊക്കെ വറുത്ത് പൊടിച്ച് ചേർക്കണമെങ്കിൽ അതൊക്കെ ചേർക്കാം കേട്ടോ. നട്ട്സൊക്കെ വറുത്ത് പൊടിച്ച് ചേർക്കണമെങ്കിൽ അത് ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഇതിലേക്ക് കുറച്ചും കൂടിയൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ആക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഒരു സിമ്പിൾ മെത്തേഡാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് വൺ ഞാൻ ഇപ്പോൾ ഇവിടെ ഉരുട്ടി ഉണ്ടയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാതും ഉരുട്ടി ചെറിയ ചെറിയ ബോൾസാക്കി നമുക്ക് എടുത്ത് വെക്കാം. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. പ്രത്യേകിച്ച് നമ്മുടെ നേന്ത്രപ്പഴമൊക്കെ കറുത്ത തൊലിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കാനായിട്ട് മടിയായിരിക്കും. അപ്പോൾ ഇതുപോലെ ആക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു സോ മച്ച്. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.